അബുദാബിയിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഒരു കുടുംബത്തിലെ 3 കുട്ടികളടക്കം 4 മലയാളികളാണ് മരിച്ചത്. മലപ്പുറം തൃപ്പനച്ചി സ്വദേശി അബ്ദുൾ ലത്തീഫിന്റെ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മക്കളായ അഷസ്, അമ്മാർ, അയാഷ് എന്നിവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ചമർമട്ടം സ്വദേശി ബുഷറ എന്നിവരുമാണ് മരിച്ചത്. അബ്ദുൾ ലത്തീഫും ഭാര്യ റുക്സാനയും ചികിത്സയിലാണ്. അബുദാബിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അക്ഷയ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അനീഷ, ഇവർ അബുദാബിയിലാണ് താമസം. ഇവർ അബുദാബിയിലെ ലിവ ഫെസ്റ്റിവലിന് പോയി തിരിച്ച് മടങ്ങി വരുന്ന വഴിയിലാണ് അപകടം സംഭവിക്കുന്നത്. ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 3 പേരാണ്. ആ 3 പേരും കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതിൽ 14 വയസ്സുള്ള അഷസ്, അതുപോലെ തന്നെ 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുള്ള അയാഷ് എന്നിങ്ങനെ 3 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. അതോടൊപ്പം ഇവരുടെ ആയിയായ ബുഷറ 2 മാസം മുൻപ് അവധി കഴിഞ്ഞ് തിരിച്ച് അബുദാബിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഈ ഒരു കുടുംബം കഴിഞ്ഞ 17 വർഷമായി അബുദാബിയിലാണ് താമസം. അതിൽ തന്നെ ഇവരുടെ മാതാപിതാക്കളായിട്ടുള്ള അബ്ദുൾ ലത്തീഫും അതുപോലെ തന്നെ റുക്സാന വടകര സ്വദേശിയാണ്. ഇവർ രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ അബുദാബിയിലെ ആശുപത്രിയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ 2 മക്കളും ആശുപത്രിയിൽ തുടരുകയാണ്. ഇവർ ലിവ ഫെസ്റ്റിവലിന് പോയി തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ച 4 പേരുടെയും മൃതദേഹം അബുദാബിയിലെ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ UAE തന്നെ സംസ്കാര ചടങ്ങുകളും മറ്റും നടത്താം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ നമ്മൾ. ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് UAE തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് അനീഷ. അക്ഷയ്, ഈ മറ്റു 2 പേരുടെ ഗുരുതരാവസ്ഥയിലാണ് ഇവരുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. അപ്പോൾ ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു, അബുദാബിയിലെ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ ആശുപത്രികളിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ അങ്ങനെ പുറത്ത് ലഭിക്കുകയില്ല. അതിന് പരിമിതികളുള്ള ഒരു രാജ്യമാണിത്. ഇവരുടെ 2 മക്കളും ആശുപത്രിയിൽ തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ബന്ധുക്കളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇവർ ഇവിടെ അബുദാബിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ കുടുംബമായിരുന്നോ? കഴിഞ്ഞ 17 വർഷമായി അബുദാബിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ഒരു പ്രവാസി കുടുംബം ആണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ അതിൽ മരിച്ച ആയ ബുഷറ കഴിഞ്ഞ 4 വർഷമായി അബുദാബിയിൽ ആയി ജോലി ചെയ്യുകയാണ്.